ഇച്ചിരി വില കൂടിയ ഒരു സാധനമാണ് എൻ്റെ ഇരിക്കുന്നത്. വില കൂടിയെന്ന് പറയുമ്പോൾ 50,000 രൂപയുടെ വാക്യൂം ക്ലീനർ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ശരിയാണോ തെറ്റാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത് നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പറയാം, ഇത് ഡൈസന്റെ V12 എന്ന് പറയുന്ന മോഡൽ വാക്യൂം ക്ലീനർ ആണ്. എനിക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിഞ്ഞുകൂടാ. ഇത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞാനിത് ഉപയോഗിച്ച് ഒന്നും നോക്കിയിട്ടില്ല. സാധനം കിട്ടി, അപ്പോൾ അൺബോക്സ് ചെയ്യാൻ നേരം നിങ്ങളെയും കൂടെ കാണിച്ചുകൊണ്ട് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതേ ഇതെല്ലാം പൊട്ടിക്കുകയാണ്. വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് ബോക്സ്. ഡൈസന്റെ V12 ഡിറ്റക്ട് സ്ലിം, അതാണ് കേട്ടോ മോഡലിൻ്റെ പേര്. ഈ ബോക്സിൽ സാധാരണ നമ്മളെ വാക്യൂം ക്ലീനറിൻ്റെ പോലെ തന്നെ ഡിവൈസും അതിൻ്റെ കുറേ അറ്റാച്ച്മെൻറ്റ്സും ഒക്കെയാണ് ഉള്ളത്. ഇത് ഓപ്പൺ ചെയ്ത ബോക്സിൽ സാധനങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ മെഷീനും അറ്റാച്ച്മെൻറ്റ്സും എല്ലാം ഈ ഒരു ബോക്സിൽ തന്നെ ഒരു നല്ല ക്വാളിറ്റി പാക്കിംഗ് ഒക്കെയാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു സേഫ്റ്റി ഇൻഫർമേഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഇരിപ്പുണ്ട്. പിന്നെ അത് ഇങ്ങനെ സാധനങ്ങൾ അറ്റാച്ച്മെൻറ്റ്സും അതിൻ്റെ മെയിൻ മെഷീനും സാധനങ്ങളൊക്കെ ഇരിക്കുന്ന ഓരോന്നായിട്ട് എടുത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. കുറേ അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ, കുറേ. ഇത് ആദ്യത്തെ ബോക്സ്, അതിനകത്തൊരു ചെറിയൊരു ബോക്സാണ്. ഇതിനകത്ത് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇത് ഇങ്ങനെ ഒരു നോസിൽ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്, ഈ ഒരു അറ്റാച്ച്മെൻറ്റ്. അടുത്തത് ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ്. ഇത് നമുക്കിങ്ങനെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഈ സ്വിച്ചിൽ ഞെക്കിക്കൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ ആക്കാം. അടുത്ത എന്തോ ഒരു സാധനം, ഇത് എന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, നമുക്ക് നോക്കാം. ഇത് മൂന്നാമത്തെ സാധനം. ഞാനിതിൻ്റെ കുറച്ച് യൂസ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇത് ലെങ്ത്തുള്ള പൈപ്പാണ് കേട്ടോ. ഇത് നമ്മൾ ഈ പെട്ടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ തിരിച്ചു വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഇത് അടുത്തൊരു അറ്റാച്ച്മെൻറ്റ്, നമുക്ക് തറയൊക്കെ തുടയ്ക്കുന്ന ഒരു സാധനമാണിത്. ഇനി ഇത് അടുത്ത അറ്റാച്ച്മെൻറ്റ്. ഓക്കെ, ഇതെല്ലാം അതിനകത്ത് ലോക്ക് ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ചാർജിങ് കേബിളാണ് കേട്ടോ. ഒരു ചാർജിങ് കേബിൾ, നമ്മൾ നോർമൽ പ്ലഗ് പോയിന്റിലെല്ലാം വർക്ക് ചെയ്യുന്ന ചാർജിങ് കേബിൾ. ഹോൾഡ് ചെയ്യാനുള്ള എന്തോ ഒരു സംഭവമാണെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഓക്കെ, അടുത്തത് നേരത്തെ മോപ്പ് പോലത്തെ വേറെ ഒരു സംഭവമാണ്. ക്വാളിറ്റി ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ ക്വാളിറ്റി. ഇത് വോൾ മൗണ്ട് ചെയ്യാനുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് ഭിത്തിയിൽ പിടിപ്പിച്ചിട്ട് ഇതിനകത്തോട്ടാണ് ആ മെയിൻ മെഷീൻ കൊണ്ട് നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കുന്നത്, അല്ലെ ബാറ്ററി കൊണ്ടുവന്ന് ചാർജ് ചെയ്യാൻ വെക്കുന്നത്. ബാറ്ററി ഓപ്പറേറ്റഡ് ആണിത്. കഴിഞ്ഞു അക്സസറീസും സാധനങ്ങളും ആൻഡ് ആഡ് ഓൺസും ഒക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ യൂസർ മാനുവൽ. അതുള്ളത് ഭാഗ്യം കേട്ടോ. ഇതെങ്ങനെ കണക്ട് ചെയ്യണം എന്നുള്ളത് ഇതില്ലാതെ നമുക്ക് പറ്റില്ല. ഇനി ഫൈനൽ സാധനം എല്ലാം തീർന്നോ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇനി ഫൈനൽ സാധനം ഇതാണ് അല്ലേ. ആകുമ്പോൾ സ്റ്റാർ വാർസിലൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ഗണ്ണ് പോലുണ്ട്. അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ പെട്ടി കിടക്കുന്നുണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കിത് ഇവർ തന്ന പോലെ തിരിച്ച് പാക്ക് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ കാണുന്ന ഇത്രയും സാധനങ്ങളാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തെടുത്ത സാധനങ്ങൾ. ഇതിനകത്ത് ഇത് ഇത്രയും ചാർജിങ്ങിൻ്റെ സാധനങ്ങളും ബാക്കി ഇത് ഇത്രയും ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സും ഇതിൻ്റെ മെയിൻ യൂണിറ്റുമാണ്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫൺ പാർട്ട് എന്ന് വെച്ചാൽ നമുക്കിത് തോക്ക് ലോഡ് ചെയ്യുന്ന പോലെ ഇതിങ്ങനെ ലോഡ് ചെയ്യാം. ഫസ്റ്റ് യൂസിന് പിന്നെ 3 മണിക്കൂർ ചാർജ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ ചാർജിങ്ങിന്റെ സാധനം എങ്ങനെയാണ് വോളിൽ അറ്റാച്ച് ചെയ്യേണ്ടതെന്നല്ലാതെ യൂസർ മാനുവൽ വേറെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ ചാർജും ചെയ്ത് ഇത് ഉപയോഗിക്കേണ്ട കോഴ്സ് എടുത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ റിവ്യൂ ഞാൻ പറയാം. അപ്പോൾ ഓക്കെ ഗൈസ്, പാക്കലാം.